ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് കരാമയിലെ നടുമുറ്റത്ത്. ദുബായിൽ അല്ലെങ്കിൽ ഗൾഫിൽ ആകെ കൂടി പാൽ സർബത്ത് കിട്ടുന്ന ഏക സ്ഥലം ഇതാണ്. അതുമാത്രമല്ല, കടൽക്കൂട്ടും ട്രിപ്പിൾ ബീഫ് ചില്ലിയും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ദുബായ് കരാമയിലെ പ്രസിദ്ധമായ ബിക്കനീർ വാലയ്ക്കടുത്ത് അടുത്ത കാലത്തായി രുചിപ്രിയർ തേടിപ്പിടിച്ചെത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അതാണ് നടുമുറ്റം. നടുമുറ്റം തുടങ്ങിയിട്ട് ഏറെക്കാലമായില്ല. പക്ഷേ ഇതിനോടകം രുചിപ്രിയർ കണ്ടും കേട്ടും രുചിച്ചറിഞ്ഞും ഇവിടെ എത്തി തുടങ്ങിയിരിക്കുന്നു. പേര് പോലെ തന്നെ കേരളത്തിലെ പഴയ തറവാട് വീടുകളിലെ നടുമുറ്റത്ത് കയറിയ ഒരു പ്രതീതിയാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ എത്തുമ്പോൾ തന്നെ കുടിക്കാൻ കിട്ടുന്നത് നല്ല രുചിയുള്ള പാൽ സർബത്ത്. പാൽ സർബത്ത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കരാമ ഏരിയയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് നടുമുറ്റം. നടുമുറ്റത്ത് കിട്ടുന്ന രണ്ട് സ്പെഷ്യൽ വിഭവങ്ങളാണ് കടൽക്കൂട്ടും ട്രിപ്പിംഗ് ബീഫ് ചില്ലിയും. കടൽക്കൂട്ടി പേര് പോലെ തന്നെ കടൽ വിഭവങ്ങളാണ്. ഞണ്ട്, കൂന്തൽ, ചെമ്മീൻ, അയക്കുറ ഇവ ആദ്യം എണ്ണയിൽ മൊരിച്ചെടുക്കുന്നു. പിന്നെ അടിച്ചു വെച്ച മസാല എണ്ണയിൽ വഴറ്റി മുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ നേരിയ ചൂടിൽ വഴറ്റിയെടുക്കുന്നു. ഇതിലേക്ക് തക്കാളി മുറിച്ചതും വലിയ ഉള്ളി മുറിച്ചതും ചേർക്കുന്നു. തേങ്ങാപ്പാൽ ചേർത്ത് പിന്നെയും ഇളക്കുന്നു. മൊരിച്ചെടുത്ത ഞണ്ട്, കൂന്തൽ, ചെമ്മീൻ, അയക്കുറ എന്നിവ ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് 10 മിനിറ്റ് വേവിക്കുന്നതോടെ കടൽക്കൂട്ട് റെഡി. ഇനി ഇത് വാഴയില ചൂടത്ത് വാട്ടി കിഴിയായി പൊതിഞ്ഞ് എണ്ണയിൽ ഒന്നുകൂടി ചൂടാക്കുന്നു. ട്രിപ്പിംഗ് ബീഫ് ചില്ലി ഉണ്ടാക്കുന്നത് ഇങ്ങനെ: ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ബീഫ് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കുഴച്ചെടുത്ത് എണ്ണയിൽ മൊരിച്ചെടുക്കുന്നു. മറ്റൊരു ചട്ടിയിൽ എണ്ണയൊഴിച്ച് അണ്ടിപ്പരിപ്പ്, കരിവേപ്പില, പച്ചമുളക് എന്നിവ മൊരിച്ചെടുക്കുന്നു. നാടൻ മുളകും കുരുമുളകും ചേർത്ത് ഇളക്കി മൊരിച്ചെടുക്കുന്നതോടെ ട്രിപ്പിംഗ് ബീഫ് ചില്ലി റെഡി. Very good food. The food is really awesome. The atmosphere is very clean, neat and tidy. ഭക്ഷണം നല്ലതാണ്. പൈസയുടെ കാര്യത്തിലും കുറവുണ്ട് ഈ ഏരിയയിൽ നോക്കുമ്പോൾ. ഭക്ഷണം വളരെ നല്ലതാണ്. ഒരു വെറൈറ്റി ഫീൽ ഉണ്ട്. നമ്മളിപ്പോൾ തുറന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. നമ്മൾ ശരിക്കും ഒരു വെറൈറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ എല്ലാം ചെയ്യാനാണ് നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. നല്ല റെസ്പോൺസാണ് മൊത്തത്തിൽ. ഇപ്പം ഫാമിലീസാണ് കൂടുതൽ വരുന്നത്. ഈ ട്രിപ്പിംഗ് ബീഫ് ചില്ലിയും കടൽക്കൂട്ടും ഒക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല രുചി. ദുബായ് കരാമയിലെ നടുമുറ്റത്ത് നിന്നും ക്യാമറമാൻ ഉദയരാജിനൊപ്പം നാസർ ബേപ്പൂർ, അമൃത ന്യൂസ്.